ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? ഇവിടെ ഞാനും സുഖമായും സന്തോഷമായിരിക്കുന്നു. കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ടില്ലേ. ഇച്ചിരി തിരക്കൊക്കെ ആയിപ്പോയി. ക്രിസ്തുമസും ന്യൂ ഇയറും ഒക്കെ അല്ലായിരുന്നു, അതിൻ്റെ തിരക്കിലൊക്കെ ആയിപ്പോയി. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും ക്രിസ്തുമസും ന്യൂ ഇയറും ഒക്കെ അടിച്ചു പൊളിച്ചോ? ഇവിടെ ഞങ്ങളൊരു പരുവത്തിലൊക്കെ കൊണ്ടുപോയി. ഇന്ന് എന്താ വന്നെന്നായിരിക്കുമല്ലേ. ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഇപ്പം ധാരാളം കിട്ടുമല്ലേ കൂർക്കയൊക്കെ ധാരാളം കിട്ടുന്ന ഈ സമയത്ത് നമുക്ക് ഓരോ വെറൈറ്റി ആയിട്ടൊക്കെ ഓരോരോ കറികൾ വെക്കാമല്ലോ. അപ്പം ഞാൻ അതുകൊണ്ടൊരു തീയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണവും ആകും, വീഡിയോയും ആയും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. അങ്ങനെ ഞാൻ കൂർക്ക തീയൽ വെക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാൻ വന്നത്. എന്താ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂർക്ക ഞാനാണെങ്കിൽ എല്ലാം ചിരണ്ടി കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഞാനിത് കൈകൊണ്ട് ചിരണ്ട് വരുന്നു കേട്ടോ, അല്ലാതെ ഈ നമുക്ക് കൂർക്ക പല തീരത്തിൽ ക്ലീൻ ചെയ്യാമല്ലോ. ഞാൻ വിചാരിച്ച് കുറച്ചല്ലേ ഉള്ളൂ, പെട്ടെന്ന് നമുക്ക് ചിരണ്ടി എടുക്കാമെന്ന് ഓർത്ത് ഞാൻ ചിരണ്ടി എടുത്ത് ഇതുപോലുള്ള കഷ്ണങ്ങളാക്കിയാണ് എടുത്തേക്കുന്നത്. അല്ല നീളത്തിൽ കീറി ഇട്ടേക്കുമല്ല, ഇതുപോലുള്ള ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടേക്കുക. നമ്മൾ ചക്കക്കുരുവൊക്കെ ഇറച്ചിക്കറി വെക്കത്തില്ലേ, അതേപോലെ ആക്കി ഇട്ടിട്ടുണ്ട്. കൈയെല്ലാം കറുത്തു കണ്ടോ. നമ്മൾ ഈ കൂർക്കായ്ക്കകത്തേക്ക് ഒരു 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2 അല്ലി വെളുത്തുള്ളി, ഇത് 2ആയിട്ട് പൊളന്നതാണ്, വലിയതായതുകൊണ്ട് ഇത്രയും കൂടെ നമുക്ക് ചതച്ച് അതിനകത്ത് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇതിനകത്തൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ചതച്ച് വേണം അതിനകത്തോട്ടിടാൻ. വെച്ചേക്കുന്ന പച്ചമുളകും അരിഞ്ഞിട്ടാലും മതി കേട്ടോ, ചതച്ചിടണമെന്നൊന്നുമില്ല, അരിഞ്ഞിട്ടാലും മതി. ഞാൻ എന്തായാലും അതിൻ്റെ ഇത്ര ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ അങ്ങ് തിരുമുക. കണ്ടോ, ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇതിനകത്ത് ലയിച്ച് ചേരുന്നതിന് വേണ്ടി നല്ലതുപോലെ അങ്ങ് തിരുമണം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കൂടി ഞാൻ 10 അല്ലി ചെറിയുള്ളി ചേർത്തിട്ടുണ്ട്. കണ്ടിച്ചൊന്നും ഇടണ്ട കേട്ടോ, ഇതെന്ന് വെച്ചാൽ ഈ കൂർക്കായുടെ കനമുണ്ടല്ലോ, അതുകൊണ്ട് കണ്ടിച്ചൊന്നും ഇടണമെന്നില്ല. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ചെന്ന് വെച്ചാൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കുക്കറിലായതുകൊണ്ട് ഒത്തിരി വെള്ളമൊന്നും വേണ്ട. 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഇത് ഒരു 2 വിസിലടുപ്പിക്കാം. നമുക്ക് അടച്ച് വെച്ച് ഒരു 2 വിസിലടുപ്പിക്കാം. എന്താ, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഞാൻ പുളി എടുത്തിട്ടുണ്ട്, ഇത് വെള്ളത്തിലേക്ക് ഇട്ടേക്കാം. കണ്ടോ, പുളിയൊക്കെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അറിയാതെ നമ്മുടെ വായിൽ നിന്ന് വെള്ളം വരാറില്ലേ. എൻ്റെ വായിൽ നിന്ന് വെള്ളം വന്നു. ഇപ്പം ഞാനൊരു ശകലം ഇതിൽ നിന്ന് വായി വെക്കാനും പോവുക കേട്ടോ. തേങ്ങ വറുത്തരയ്ക്കാം. ഈ തേങ്ങ ഉണ്ടല്ലോ, ഇത് നമ്മൾ തിരുമുന്നത് പല ഇതിലായിപ്പോയെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് പൊടിച്ച് എല്ലാം ഒരുപോലെ കിട്ടും. അപ്പം ഞാനിവിടെ വേണ്ട അരമുറി തേങ്ങ എടുത്തില്ല, അതിൻ്റെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ അതിന് ഒരു ലേശം, അതായത് ഒരു 1/2 സ്പൂൺ പച്ചമല്ലിയാണ് എടുത്തേക്കുന്നത്. മല്ലിപ്പൊടിയല്ല, പച്ചമല്ലി എടുത്തു. ഒരു 5-6 മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 ചെറിയുള്ളി. ഇത്രയും സാധനങ്ങളും കൂടെ ഒന്നിച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതിനകത്ത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇടാം. എല്ലാം കൂടി ഇട്ട് ഞാൻ വറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇത് നല്ലവണ്ണം മൂത്തെടുക്കണേ. മുളക്, ചുമന്നുള്ളി, കറിവേപ്പില, മല്ലി, തേങ്ങ, ഇത്രയും കൂടാണ്. നല്ലതുപോലെ മൂക്കട്ടെ. തേങ്ങ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കൊരു ലേശം പെരിഞ്ചീരകം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതുകൂടെ കിടന്നൊന്ന് ചൂടാവട്ടെ. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. നമ്മുടെ തേങ്ങ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റൗ അങ്ങ് ഓഫാക്കി. ഇനി ഇതിൽ ഒന്നുകൂടെ നിറം വന്നോളും കേട്ടോ. വേണമെങ്കിൽ, വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ഇട്ടിട്ടുണ്ട്.
ഇനി മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് നല്ലവണ്ണം അരച്ചെടുക്കാം. ഇവിടെ എൻ്റെ തേങ്ങ നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇച്ചിരൂടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമായിരുന്നെങ്കിൽ നല്ല വെള്ളം പോലെ അരഞ്ഞ് കിട്ടിയാലും ഞാൻ ഒത്തിരി വെളിച്ചെണ്ണ ചേർക്കണ്ടെന്ന് കരുതിയിട്ടാണ്. എന്നാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മളെപ്പം അരച്ചാലും തീയലിന് അരയ്ക്കുമ്പോൾ ഒരിക്കൽ പോലും നമ്മൾ ഈ മിക്സിക്കകത്ത് അല്ലെങ്കിൽ കല്ലിൽ അരച്ചാൽ പോലും ഒരിക്കൽ പോലും നമ്മൾ വെള്ളം ചേർത്ത് അരയ്ക്കരുത്. വെള്ളം ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ ഈ അരപ്പ് വെളുത്തിരിക്കും. അതായത് നമ്മൾ തേങ്ങയൊക്കെ അരച്ച് പച്ചക്കറി വെക്കുന്ന പോലെ ആയിപ്പോവും. എന്നും പറഞ്ഞ് നമ്മൾ മിക്സി വെള്ളം ചേർക്കാഴികയില്ല. നമ്മൾ അരപ്പെല്ലാം ഇട്ടതിന് ശേഷം മിക്സിയൊക്കെ കഴുകി ഒഴിക്കുന്നത് വെള്ളത്തിൽ തന്നെ. അരയ്ക്കുമ്പോൾ മാത്രം ഇത് ശ്രദ്ധിച്ചാൽ മതി. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യുമ്പം തീയലൊക്കെ വെക്കാൻ അറിയത്തില്ലെങ്കിലും ചുമ്മാതെ വറുത്തരച്ച് വെളിച്ചെണ്ണയൊന്നും ഒഴിക്കണമെന്ന് അറിയത്തില്ലല്ലോ. നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് അരയ്ക്കുമ്പോൾ തീയൽ വെച്ച് വരുമ്പം തേങ്ങ പച്ചക്കരച്ച് കറി വെച്ച പോലെയൊക്കെ ആകും. അപ്പോൾ എന്നെപ്പോലെ അറിയാത്തവരൊക്കെ കാണും. അന്ന് എന്നെപ്പോലെ അറിയാത്തവരൊക്കെ കാണും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഭൂരിപക്ഷം ആൾക്കാർക്കും ഈ പറഞ്ഞ ഐഡിയകളെല്ലാം അറിയാമെന്ന് എനിക്കറിയാം. എന്നാൽ അറിയാൻ വയ്യാത്ത വ്യക്തികൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. അറിയുന്നവരാണെങ്കിൽ പോലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എങ്കിൽ മാത്രമേ എനിക്കത് പ്രയോജനം ചെയ്യുള്ളൂ. നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ. ചുമ്മാ അത് ഓടിച്ചു പോയി കണ്ടിട്ട് ഒരു കഥയില്ല. എന്നെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കണം. എത്ര തിരക്കായിരുന്നാലും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ചുമ്മാ ഇച്ചിരി നേരത്തേക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഓണാക്കി വെച്ചാൽ എനിക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്ര അത്യാവശ്യമാണ്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഒത്തിരി പ്രയോജനം ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ കൂർക്ക ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പുളി, നമ്മളെടുത്ത് വെച്ചേക്കുന്ന പുളി ചേർക്കാം. ഇതാണ് നമ്മളെടുത്ത് വെച്ചേക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പയിലോട്ട് വെക്കാവേ. നമുക്ക് വെള്ളമൊക്കെ ചേർത്ത് ഒത്തിരി ആകുമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം നമുക്ക് ഊറ്റിയെടുക്കാം. വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളെടുത്ത് വെച്ച വെള്ളം നമുക്ക് മിക്സി കഴുകാനായിട്ട് ഉപയോഗിക്കാം. അപ്പം നമുക്ക് പച്ചവെള്ളം ഒന്നും ചേർക്കണ്ട. അപ്പോൾ അത് തന്നെ നമുക്ക് കറക്റ്റിനുള്ള വെള്ളവും കിട്ടും. ഇനിയിപ്പോൾ വെള്ളം കുറച്ചാണെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ചേർത്താൽ മതി. കണ്ടോ, അരപ്പെല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ വെള്ളം ചേർക്കാതെ അരയ്ക്കുന്നത് കൊണ്ടാണ് ഈ നിറത്തിൽ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ കൂർക്ക ഒരു ശകലം നല്ലതുപോലെ വേവണം. വെന്തെങ്കിൽ മാത്രമേ നല്ല കൊഴുത്ത കറി കിട്ടത്തുള്ളേ. ഇനി നമുക്കിതിലേക്ക് കടുവറുത്ത് ചേർത്ത് ചേട്ടാ നമ്മൾ അരപ്പെല്ലാം ചേർത്ത് നല്ല ഇതാക്കിയിട്ടുണ്ട് കണ്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ചോട്ടെ. ഇനി നമുക്കിതിലേക്ക് കടുവറുത്തൊഴിക്കാം. അതിനകത്ത് കടുവറക്കുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളേ. ഉള്ളിയും മുളകും കടുകും കറിവേപ്പിലയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ കടുക് വറക്കുന്നത് ഇവിടെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ തീയലിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുവാണ്. ഇതുണ്ട്, ഞാൻ തീയൽ ചീനിച്ചട്ടിക്കകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്തത് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, തീയലെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പം ഞാൻ തീയലെല്ലാം വെച്ച് റെഡിയാക്കി. ഇനിയിപ്പോൾ ഇച്ചിരി ചോറും കൂടെ ഉണ്ട്, നിങ്ങളെ ഒന്ന് കാണിക്കാം. കുറച്ച് ദിവസമായില്ലയോ നമ്മൾ ചോറൊക്കെ ഒന്ന് ഉണ്ടിട്ട് അല്ലേ. അപ്പം ചോറൊക്കെ ഉണ്ടിട്ടെന്നല്ല, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്ന് ചോറൊക്കെ ഉണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ. അപ്പം ഞാൻ അതും കൂടി നിങ്ങളെ ഒന്ന് കാണിക്കാം. നല്ല തീയലാണ്. നല്ലോണം ഒന്ന് വേവണം. വെന്തെങ്കിൽ മാത്രമേ അതിനൊരു കൊഴുപ്പ് കിട്ടത്തുള്ളൂ കേട്ടോ. രണ്ട് മീൻ വറുത്തതും കൂടിയുണ്ട്. കുറച്ച് വറുത്താണ്.
കഴിക്കട്ടെ. വേണ്ട. അപ്പം തീയലും മീൻ വറുത്തതും ഒക്കെ കൂട്ടി ഞാൻ കഴിക്കാൻ പോവാണ്. നിങ്ങളും വന്നോളൂ, നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം. എന്താ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂട് ചോറും തീയലും കുറിച്ച് വറുത്തതും. ഇതിനെ കുറിച്ചെന്നല്ല നിങ്ങളൊക്കെ പറയുന്നത്. നമുക്ക് തീയലിന് എരി പോരെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി നമ്മൾ തേണ്ടി ഇതൊക്കെ ഇട്ടേക്കുന്ന ഈ കൂട്ടത്തിൽ. ഇതൊക്കെ വേണേൽ ഒന്ന് കടിക്കാം. ഇപ്പം സ്വാദിഷ്ടമായ ഭക്ഷണം ഏറ്റവും ഇഷ്ടമുള്ളതൊക്കെയാണ് തീയലൊക്കെ. പ്രത്യേകിച്ച് ഇതൊക്കെയാണ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതേ അയ്യ വയറൊക്കെ ഒത്തിരി അങ്ങ് നിറഞ്ഞു, ശ്വാസം വിടാൻ വയ്യ. എന്തായാലും ഊണ് കുശാലായിരുന്നു കേട്ടോ. ഞാൻ സത്യമാണ്, കള്ളമല്ല ഞാൻ പറയുന്നത്, സത്യമാണ് പറയുന്നത്. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഇനി ഒന്ന് ഉറങ്ങാം. എന്താ നടക്കുമോയെന്ന് അറിയത്തില്ല. എന്നുവെച്ചാൽ വയറങ്ങ് നിറഞ്ഞു പോയെന്നേ. ഇങ്ങനൊക്കെ കൈ നക്കുണ്ട്. നമുക്ക് സ്വാദിഷ്ടമായ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ നക്കത്തില്ലേ? എനിക്കിഷ്ടമാണ് കേട്ടോ. എങ്ങനെ നമുക്ക് തൃപ്തിയായ ഒരു ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമ്മളിങ്ങനെ നിറയാഞ്ഞിട്ടല്ല, ഇതിൽ നിന്നൊരു തൃപ്തി കാണുക എന്നുള്ളതാണ്, അല്ലേ?